പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയെന്ന ആരോപണം തെറ്റെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടത്തിയ വൈദ്യപരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, യൂത്ത് കോൺഗ്രസിന്റെ ആരോപണമായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുന്നു, അല്ലേ? സുധി, ഇന്നലെ പത്തനംതിട്ട നഗരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്കെതിരെ ഒരു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സമരം നടത്തിയത്. അതിനുശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്കും ഈ സമരക്കാർ എത്തിയിരുന്നു. അവിടെ വെച്ച് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയുണ്ടായി. അതിനൊടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാണ് ഡ്യൂട്ടിക്ക് എത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. അതിനുശേഷം പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നും പിൻവാങ്ങാൻ തയ്യാറായില്ല. അവരുടെ ആവശ്യമെന്നുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും ഈ ആരോപണം നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ വൈദ്യപരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടില്ല എന്നാണ് പരിശോധനാ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നലെ അതിനുശേഷം വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമായിരുന്നു. അതേസമയം തന്നെ ഈ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം യൂത്ത് കോൺഗ്രസ് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ശ്രുതി. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.